പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ വാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 മേടം 10 മുതൽ 17 തീയതി വരെയുള്ള 2025 ഏപ്രിൽ മാസം 23 തീയതി ബുധനാഴ്ച മുതൽ ഏപ്രിൽ 30 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മേടം 10 തീയതിയാണ് സൂര്യൻ അത്യുച്ചത്തിൽ മേടത്തിൽ നിൽക്കുന്നത്. സൂര്യൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനാകുന്നു, എക്സാൾട്ടഡ് പോയിന്റ് ആകുന്നു മേടം 10. എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. മേടം മാസം 1 തീയതി മുതലാണ് സൂര്യൻ ഉച്ചരാശിയിലേക്ക് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് മേടം 10 ആകുന്നു. 10-ാം ഉദയം എന്ന് നാം അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ സൂര്യൻ്റെ സാന്നിധ്യമുള്ള ദിനം. എന്തിനാണ് സൂര്യനത്ര പ്രാധാന്യം ജ്യോതിഷ് ചക്രത്തിൽ കൽപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. കാരണം സൂര്യനാകുന്നു ആത്മപ്രഭാവം, പൗരുഷം, വ്യക്തിത്വം. സൂര്യനെ ആശ്രയിച്ചാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 7-ൽ ആദിത്യൻ, അഷ്ടമത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ചൊവ്വ, 12-ൽ കേതു. തുലാം രാശിക്കാർക്ക് ഇവിടെ രാശ്യധിപനായ ഗ്രഹം ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു കുറച്ച് ദിനങ്ങളായി. അതൊരു അധിയോഗ കർത്താവാണ്. 6-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, അഷ്ടമത്തിൽ വ്യാഴവും. അതൊരു അധിയോഗമാണ്, ലഗ്നാധിയോഗം എന്ന് പറയും. സൗമ്യേഹി സ്മരാരി നിധനേഷു അധിയോഗ ഇന്തോഹോ. ചന്ദ്രൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ലഗ്നാധിയോഗവും നാം പരിഗണിക്കാറുണ്ട്. 6, 7, 8 3 ഭാവങ്ങളിലും ശുഭഗ്രഹം വേണം. ഒരു ഭാവത്തിൽ മാത്രമാണെങ്കിൽ അത് നേതൃത്വത്തെയും, ചമൂവഹ നേതൃത്വത്തെയും, 2 ഭാവങ്ങളിലുണ്ടെങ്കിൽ സജീവഹ ഉത്തരവാദിത്ത മന്ത്രി ആവുക, ഉപദേശം കൊടുക്കുക തുടങ്ങിയ കർമ്മങ്ങളെയും, 3 ഭാവത്തിലുണ്ടെങ്കിൽ ക്ഷിതിപാലഹ രാജാവുമാകുന്നു എന്നാണ് ഫലം. ഇവിടെ ഒരു അധിയോഗം പാർഷ്യലായി ഉണ്ട്. 2 ഭാവങ്ങളിലും കൂടി 3 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. മൗഢ്യമില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനാൽ ഇവിടെ അധിയോഗത്തിന് സജീവഹ മന്ത്രിയാകുമെന്നാണ്. പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു അസുലഭമായ അവസരം തുലാം രാശിക്കാർക്ക് ലഭിക്കും. ഇവിടെ 7-ാം ഭാവത്തിൽ സൂര്യനുണ്ട്. അതിനാൽ ദാമ്പത്യ സംബന്ധമായ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ബാധാധിപനായി സൂര്യൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. തുലാം രാശി ചരരാശിക്ക് 11-ാം ഭാവം ബാധാഭാവമാകുന്നു. അതിനാൽ ബാധാധിപനായ ഗ്രഹമാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് ദാമ്പത്യ വിഷയത്തിലേക്ക് അത്ര നല്ലതല്ല. അപ്രകാരം തന്നെ യാത്രാ വിഷയത്തിലേക്കും അത്ര ശുഭമല്ല. ഇവിടെ യാത്രാപതിയായ ഗ്രഹം ആരാകുന്നു? ചൊവ്വയാകുന്നു. 7-ാം ഭാവാധിപൻ മേടൻ രാശിയാകുന്നു യാത്രാഭാവം. ആ രാശിധിപനായ ഗ്രഹമാണ് നീചസ്ഥനായി കർക്കട രാശിയിൽ നിൽക്കുന്നത്. അതിനാൽ യാത്രാ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, വിവാഹകാരകനായ ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെയും ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സ്നേഹത്തിലൂടെ തനിക്ക് ദുഃഖം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ദാമ്പത്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. യാത്രയും വളരെ പ്രീ പ്ലാനായി ചെയ്യുക. യാത്രാ തടസ്സം വരിക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ജോലി ഇല്ലാത്തൊരവസ്ഥ വരിക, ഉള്ള ജോലി സ്ഥലത്ത് പേരുദോഷങ്ങൾ വരിക. കാരണം കർമ്മസ്ഥാനത്ത് ചൊവ്വയാണ്. പാപേ കർമ്മഗതേ കർമ്മവിഹിതി ദുഷ്കീർത്തി ആജ്ഞാക്ഷതി. തൻ്റെ ആജ്ഞയ്ക്ക് താൻ കമാൻഡിങ് പവർ നഷ്ടപ്പെടുക. തന്നെ ആദരിക്കേണ്ടവർ, റെസ്പെക്റ്റ് ചെയ്യേണ്ടവർ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ദുഷ്കീർത്തി കർമ്മമേഖലയിൽ ഉണ്ടാവുക, കർമ്മത്തിന് തടസ്സമുണ്ടാവുക. ഇതൊക്കെ തുലാം രാശിക്കാർക്ക് ഈ വാരത്തിൽ സംഭാവ്യങ്ങളാകുന്ന കാര്യങ്ങളാകുന്നു. എങ്കിലും ഒരു അധിയോഗമുണ്ട്, ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. വളരെ അനുകൂലമായി കാണുന്നൊരു വിഷയം സന്താന വിഷയത്തേക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. 5-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ സന്താന ശ്രേയസ്സും അപ്രകാരം മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഗുണവും പ്രകടമാക്കുന്നതാണ്. ഇവിടെ സന്താനപതിയായ ശനി ശക്തമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബലവാൻ ശത്രുജിതസ്ഥ ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശനിയും നിന്നാൽ അത് വ്യാഴക്ഷേത്രത്തിലെ ശനിയാണ്. അതിനാൽ സന്താന ശ്രേയസ് വളരെ നന്നായി അനുഭവിക്കപ്പെടും എന്ന വിഷയത്തിൽ യാതൊരു മാറ്റവുമില്ല.
അതിനാൽ മക്കളുടെ പഠനം, ഹയർ സ്റ്റഡീസ്, ഉപരിപഠനം, അതുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക സ്രോതസ്സുകൾക്കുള്ള വഴി, ഇതൊക്കെ ഓപ്പണാക്കപ്പെടുന്നൊരവസ്ഥ തുലാൻ രാശിക്കാർക്ക് സംജാതമാകും. യാത്രാ തടസ്സമുള്ളതിനാൽ ആ വിഷയമൊന്ന് ശ്രദ്ധിക്കണം. ധാരാളം ശത്രുദോഷത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കും തുലാൻ രാശിക്കാർ. 6ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. സദാ ദാനവേദ്യേ സുധാസിത്ത ശത്രു വ്യയശത്രുഗോച്ച ഉത്തമൗച്ചൗ ഭവേദാം. അമൃതയിൽ കുളിച്ച ശത്രു തനിക്കുണ്ടാവുമെന്നാണ്. അതിനാൽ ശത്രുദോഷം വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന വാരമാകുന്നു. വെള്ളിയാഴ്ച നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ട്, കർമ്മമുട്ട്, ദേഹമുട്ട് ഇതൊക്കെ ചെയ്യുക. ഷുഗർ പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യേണ്ടുന്ന സമയമാകുന്നു. അപ്രകാരം തന്നെ പാൻക്രിയാറ്റിക്, യൂറിനറി ബ്ലേഡേഴ്സ് ഇതുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെയും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ശുക്രന് ശനിയുടെയും രാഹുവിൻ്റെയും യോഗമുണ്ട്. രാഹു ഇൻഫെക്ഷൻ പ്ലാനറ്റാണ്. അതിനാൽ ശാരീരിക വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. കണ്ണുകൾക്ക് സെക്കൻഡറി സ്റ്റേജിൽ കണ്ണുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക. സഹോദര ഗുണം വളരെ കുറയും. ദേവാലയം, മന്ദിരം, ക്ഷേത്രം, അനാഥാലയം തുടങ്ങിയ കർമ്മമേഖലയിലൊക്കെ വ്യാപരിക്കുന്ന തുലാൻ രാശിക്കാർക്ക്, പ്രത്യേകിച്ച് ചിത്ര നക്ഷത്രക്കാർക്ക് പേരുദോഷം വരുന്ന വാരവും കൂടിയാണ്. കാരണം കർമ്മഭാവം 10ാം ഭാവത്തിൽ ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി. അപ്പോൾ ദേവാലയങ്ങൾ, നഗരങ്ങൾ, സഭ, മാർഗാലയങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്ന ഗസ്റ്റ് ഹൗസുകൾ, മാർഗാലയങ്ങൾ സത്രങ്ങളാണ്, ഗസ്റ്റ് ഹൗസുകളാണ്. ഇവിടേക്ക് ജോലി ചെയ്യുന്ന മാനേജർമാർക്കൊക്കെ അനാവശ്യമായ വിവാദങ്ങളിൽ പെടും. അവരുടെ ജോലി നഷ്ടപ്പെടും. സസ്പെൻഷൻ ഓർഡറുകൾ ലഭിക്കുക, കൃത്യനിർവഹണം വേണ്ട രീതിയിൽ എന്ത് ചെയ്തില്ല, താൻ ശ്രദ്ധിച്ചില്ല തുടങ്ങിയ പ്രയാസങ്ങളിലൊക്കെ വരും. അഷ്ടമത്തിൽ വ്യാഴമാണ്. തനിക്ക് ഉചിതമല്ലാത്ത കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും എന്ത് ചെയ്യാം, രാഷ്ട്രീയ പ്രേരിതമായൊക്കെ തന്നെ തൻ്റെ ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ സസ്പെൻഷൻ ലഭിക്കുക. പലപ്പോഴും മറ്റുള്ളവർ, തൻ്റെ അധികാരികൾ, മേലധികാരികൾ തന്നോട് പറയുന്നത് തനിക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനാൽ അതിനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. നേരെ മറിച്ച് കീഴ്ജീവനക്കാർ തങ്ങളുടെ മേലധികാരികളെ സന്തോഷിപ്പിക്കും. അവരെ സോപ്പിട്ട് എന്തു ചെയ്യും, തനിക്കെതിരെ തിരിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കർമ്മതടസ്സവും ദുഷ്കീർത്തിയും ഒക്കെ സംഭവിക്കുന്ന വാരമാകുന്നു. വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ വെള്ളിയാഴ്ചകളിൽ വഴിപാട് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക. മറ്റെല്ലാ വിഷയങ്ങൾക്കും തുലാൻ രാശിയിൽ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാം. അത് ഭംഗിയായി ചെയ്യുവാൻ ശ്രമിക്കുക. സഹോദര ഗുണം കുറയും. ഭൂമിപരമായ വിവാദങ്ങളിലും സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തുലാൻ രാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമായി വരുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വൃശ്ചികൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രം ഉൾപ്പെടുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളിലെ 4ാം ഭാവത്തിൽ ചന്ദ്രൻ, 5ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 6ാം ഭാവത്തിൽ സൂര്യൻ, 7ാം ഭാവത്തിൽ വ്യാഴം, 9ാം ഭാവത്തിൽ ചൊവ്വ, 11ാം ഭാവത്തിൽ കേതു. വൃശ്ചികൻ രാശിക്കാർക്ക് പ്രായണ ഈ വാരം വളരെ ശുഭത്വമുണ്ടാകുന്ന വാരമാകുന്നു. കാരണം കർമാധിപനായ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. കർമാധിപേ സ്വച്ഛഗതേ രാജമന്ത്രി ഭവേന്നരഹ. കർമാധിപനായ ഗ്രഹം ഉച്ചസ്ഥനായാൽ രാജാവിൻ്റെ മന്ത്രിയാകും എന്നൊരു നല്ല ഫലമുണ്ട്. 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ വളരെ അനുകൂലമായ ഒരു സമയമാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കുവാൻ ധാരാളം അവസരങ്ങളുണ്ടാകും. ചില വിവാദങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ വരാം. കേസും കലഹവും ഒക്കെ വരാം. പക്ഷേ പൂർവികമായ സ്വത്ത് ലഭിക്കുക, അത് പിതൃപക്ഷത്തിലുള്ളതായാലും മാതൃപക്ഷത്തിലുള്ളതായാലും തനിക്ക് ഭൂമിയുടെ ലാഭം വരുന്നു. 4ാം ഭാവത്തിൽ ഭാഗ്യാധിപനായ ഗ്രഹം ഉണ്ടാകുന്നു ചന്ദ്രൻ. അമ്മയുടെ സ്വത്ത് അല്ലെങ്കിൽ അമ്മയുടെ അനുഭവങ്ങളൊക്കെ തനിക്ക് വരിക, അല്ലെങ്കിൽ അന്യ സ്ത്രീകളുടെ ധനം ലഭിക്കുക. പലപ്പോഴും തനിക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാകുന്ന ഈ വാരത്ത് തൻ്റെ ഭാര്യ അല്ലാതെ, തൻ്റെ കുടുംബത്തിലെ ആളുകൾ അല്ലാതെ, തൻ്റെ സുഹൃത്ത്, ഓഫീസിലുള്ള സ്ത്രീകളൊക്കെ സഹായിക്കുക, അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീകളുടെ സ്വത്ത് തനിക്ക് ലഭിക്കുക. അമ്മ അല്ലെങ്കിൽ അമ്മാവൻ്റെ ഭാര്യ, അമ്മയുടെ സഹോദരികളായ സ്ത്രീകൾ, ഇവരുടെയൊക്കെ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ ഇവരുടെ സഹായ സഹകരണങ്ങളിലൂടെ തനിക്ക് ഭൂമിയോ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ആരംഭിക്കുവാനുള്ള ഒരു അസുലഭമായ സമയം വൃശ്ചികൻ രാശിക്കാർക്ക് കൈവരുന്നതാണ്. യഥാ ബന്ധുവ ബാന്ധവ്യർ അത്രിജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. തൻ്റെ ഹയർ ഓഫീസർ, ബോസ് തനിക്ക് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ തരുന്നു. അവർ പറയുകയാണ്, യു ആർ ഫിറ്റ് ഫോർ ദിസ് ജോബ്. ഈ ജോലി ചെയ്യാൻ നിങ്ങൾ സമർത്ഥനാണ്, നിങ്ങൾ ഏറ്റെടുക്കണം ഈ ദൗത്യം.
അങ്ങനെ അവസരം വരികയാണെങ്കിൽ വൃശ്ചികൻ രാശിക്കാർ അത് ഏറ്റെടുത്തിരിക്കണം. അവിടെയാണ് വൃശ്ചികൻ രാശിയുടെ ബലം. നരപതി കുലപൂജ്യ, രാജകുലം പൂജിക്കുന്ന രാശിയാണ് വൃശ്ചികൻ രാശി. അത് ഏറ്റവും അനുകൂലമായി വരുന്ന വാരമാകുന്നു ഈ ഒരു വാരം. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപൃതമാവുക. വിവാഹ തീരുമാനങ്ങളാകാം, പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിവാഹത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റ് വിവാഹത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ നല്ല പെൺകുട്ടികളെ കാണാം. അനുകൂലമായി ഒരു വിവാഹ തീരുമാനം പുത്തൻ യുവതി യുവാക്കൾക്കും പഴയ യുവതി യുവാക്കൾക്കും വിവാഹമൊക്കെ കഴിഞ്ഞ് വേർപിരിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് വിവാഹത്തിന് അനുകൂലമായ ആലോചനകൾ വരും. അതിന് യുവതി യുവാക്കൾ തയ്യാറാവുക. അതിന് വേണ്ടുന്ന സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ തന്നെ സ്വരൂപിക്കുവാനുള്ള സമയവും വളരെ നല്ലതാണ്. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. കാരണം ലഗ്നാധിപനായ ചൊവ്വ 9ാം ഭാവത്തിൽ നീചസ്ഥനായി നിൽക്കുന്നു. പലപ്പോഴും സഹോദര ഗുണം കുറയുക, സഹോദരങ്ങളുമായി തർക്കത്തിലേർപ്പെടും, ഭൂമി വിവാദങ്ങളിൽ പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു പൂർവികമായ സ്വത്ത് ലഭിക്കും. അവിടെയും സഹോദരങ്ങൾ ഒരു കീറാമുട്ടിയായി അതിന് തയ്യാറാകാതെ ഒരുപക്ഷെ മധ്യസ്ഥത വഹിക്കാതെ തന്നെ ക്ലേശങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിനാൽ ഉപായമാണ് ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് വേണ്ടത്. ഇവിടെ പരാക്രമം പാടില്ല. 9ൽ ചൊവ്വ വരുമ്പോൾ അനാവശ്യമായി പ്രഷർ വരും, അത് ഒഴിവാക്കുക. നയത്തിൻ്റെ പാത സ്വീകരിക്കണം. ഉപായേനത് യച്ഛക്യം നതച്ഛക്യം പരാക്രമേഹി ഉപായേനൈവ കാകേന പേജക വിനിപാതിദാഹ. 1000 മൂങ്ങകളെ കൊന്നൊടുക്കിയത് ഒരൊറ്റ കാക്കയാണ്, ഒരൊറ്റ കാക്കയുടെ ബുദ്ധിയാണ്. അത് ഉപായമാണ്, പരാക്രമമല്ല. ശക്തി പ്രകടിപ്പിക്കരുത്. ഈ ഒരു വാരത്തിൽ വൃശ്ചികൻ രാശിക്കാർ ഉപായത്തിലിരിക്കണം, എന്നിട്ട് കാര്യം നേടൂ. അവിടെ മുന്നിൽ നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. ക്ഷമ വേണം. ക്ഷമ ജയതി ന ക്രോധ. ക്രോധം ഒരിക്കലും ജയിക്കില്ല. ക്ഷമയാണ് ജയിക്കുക എന്ന ലോകതത്വം വൃശ്ചികൻ രാശിക്കാർ മനസ്സിലാക്കിയാൽ ഈ വാരം ദേ ക്യാൻ ഡു മിറക്കിൾസ്. പല അത്ഭുതങ്ങളും സംഭവിക്കും. ഗൃഹനിർമ്മാണ വിഷയമായാലും, ഭൂമി വാങ്ങുന്ന വിഷയമായാലും, സ്വത്ത് വിഷയമായാലും, സാമ്പത്തികമായ ഔന്നത്യത്തിലായാലും, മക്കളുടെ വിദ്യാഭ്യാസ വിഷയത്തിലായാലും, നിങ്ങളുടെ പഠന സംബന്ധമായ വിഷയത്തിലായാലും നിങ്ങൾക്ക് ഗവേഷണം നടത്താം, മറ്റ് പുതിയ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അതിന് വളരെ അനുകൂലമായി വരും. വൃശ്ചികൻ രാശിയിലെ കുട്ടികൾക്ക് ഈ സമയം മെഡിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുന്ന പരീക്ഷകൾക്കും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുള്ള പുതിയ കോഴ്സുകൾക്കും സഞ്ചരിക്കേണ്ട വളരെ അനുകൂലമായ സമയമാകുന്നു. പെട്ടെന്ന് ഗ്രാഹ്യമാകും ഇപ്പോൾ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ. തൻ്റെ വിലപ്പെട്ട സമയം പഠനത്തിന് ചെലവഴിക്കുക. അപ്രകാരം എഴുത്തുകാർ, ഗായകർ, ശില്പികൾ, അന്യരെ ആകർഷിക്കുന്ന വിഷയങ്ങൾ കൈവശമുള്ളവർക്കൊക്കെ തന്നെ തങ്ങളുടെ വിദ്യയുടെ പൂർണ്ണത വളരെ നന്നായി ഫലിപ്പിക്കുവാൻ കഴിയും. വിദേശ യാത്രകൾക്ക് വളരെ അനുകൂലമാണ്. തങ്ങളുടെ മതം, അഭിപ്രായം ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വേദിയുള്ളവർ, പ്രഭാഷകർ, പ്രവാചകന്മാർ, പ്രചാരകർ, ഇവർക്കൊക്കെ തന്നെ വൃശ്ചികൻ രാശി നന്മകൾ നേരുന്ന വാരമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ധനുരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. സാജിറ്റേറിയസ് എന്ന് നാം ഇംഗ്ലീഷിൽ പറയും. ധനുവിൻ്റെ ചിഹ്നം തന്നെ നിങ്ങൾക്കറിയാം. പാതിക്ക് കീഴശ്വമായി കയ്യിൽ അമ്പും വില്ലും എടുത്ത് തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അരഭാഗം, താഴെ ഭാഗം കുതിരയുടെ പാദങ്ങളാണ്. ചതുഷ്പാദ രാശിയാണ്. 4 പാദങ്ങളുള്ള രാശിയാകുന്നു ധനുരാശി. നിശാരാശിയാണ്. രാത്രിയിലാണ് ഇവർക്ക് ബലം. രാത്രി ബലമുള്ള രാശിയാണ്. മഹാനഗരങ്ങളിൽ യുദ്ധ പശ്ചാത്തലമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ധനുരാശി കൂടുതൽ ശോഭിക്കുക. ആരാമ സേനാഗൃഹ യുദ്ധഭൂമി, സേനാഗൃഹം, സൈനികർ താമസിക്കുന്ന സ്ഥലം. ആരാമം, പൂന്തോട്ടമുള്ള മനോഹരമായ രമ്യമായ സ്ഥലങ്ങൾ, ചരിത്ര സ്മാരകങ്ങളുള്ള സ്ഥലങ്ങളൊക്കെയാണ് ധനുരാശിയുടെ സ്ഥലമായി ഹോരാചാര്യർ വിവരിച്ചിരിക്കുന്നത്. ധനു ഒരു കൃതീക രാശിയാണ്. യജ്ജനനം കൃതിയേ ഭഗേ ദൈവനിയോഗാതുവേത്യ സകലജനാഹ ധനമസ്മൈ ദദ്യുഹു. കൃതീക രാശി ആരൂഢമായി വരികയാണെങ്കിൽ, മേടം, ചിങ്ങം, ധനുസ്, ഈ 3 രാശികളാണ് കൃതീക രാശി. കൃതീക രാശി വരികയാണെങ്കിൽ ദൈവനിയോഗാതുപേത്യ സകലജനാഹ ധനമസ്മൈ ദദ്യുഹു. ഒരു ദൈവനിയോഗം പോലെ തനിക്ക് ജനങ്ങൾ കാശ് കൊണ്ടുതരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ധനുരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 5-ാം ഭാവത്തിൽ ആദിത്യൻ, 6-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ
8ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വ, 10ാം ഭാവത്തിൽ കേതു. സ്വതേ ധനുരാശിക്കാർക്ക് മാത്രം ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. പിതൃധനി മറ്റൊരു രാശിക്കാർക്കും പറഞ്ഞിട്ടില്ല. പിതൃധനി, പിതാവിൻ്റെ ധനം ലഭിക്കും. പൈതൃകമായ സ്വത്തോ അനുഭവങ്ങളോ ലഭിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള രാശിയാണ് ധനുരാശി. ഇവിടെ പിതൃകാരകനായ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട് 5ാം ഭാവത്തിൽ. അതിനാൽ 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത സ്ത്രികോണ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അസുതഹ സന്താന വിഷയത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം. ധനവർജിത തനിക്ക് ധനം കൈവിട്ടു പോകുമെന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കറക്റ്റാകാം. കാരണം ഇവിടെ ജാതകത്തിൽ അസുതഹ സന്താന വിഷയത്തിലേക്ക് വളരെയധികം ക്ലേശങ്ങൾ വരുന്ന സമയമാണ്. സന്താനപതിയായ ഗ്രഹം ആരാണ് ധനുരാശിക്കാർക്ക്? മേടൻ രാശി ചൊവ്വ. ആ ചൊവ്വ നീചസ്ഥനാണ് 5ാം ഭാവത്തിൽ. അതിനാൽ ജൂൺ 6 വരെ സന്താന വിഷയത്തിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. 5ൽ സൂര്യൻ വരുമ്പോൾ ശുഭഗ്രഹമല്ല, പാപഗ്രഹമാണ്. ആ സന്താനസ്ഥാനത്ത് നിൽക്കുമ്പോൾ സന്താനത്തിന് അശ്രേയസ് ഉണ്ടാക്കുന്നു. 5ൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് നല്ല ഫലമല്ല. സുതസ്ഥാനകയെ പൂർവജാപത്യതാപി, തനിക്ക് ആദ്യ സന്താനം കാരണം ദുഃഖമുണ്ടാകുമെന്നാണ്. അതിനാൽ സന്താന വിഷയങ്ങളിലേക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. വളരെ ശ്രദ്ധിക്കുക. കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ, മാന്ത്രിക വിദ്യ പഠിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അതിനാൽ പൂജാതി വിഷയങ്ങൾ, ജ്യോതിഷാദി വിഷയങ്ങൾ, നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാകുന്നു. കുശാഗ്രിയ ബുദ്ധി കുശത്തിൻ്റെ ബുദ്ധിയാണ്. അതിനാൽ പഠിതാക്കൾക്ക്, പഠനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, പലപ്പോഴും പല വ്യക്തികൾക്കും കടിച്ചാൽ പൊട്ടാത്ത വിഷയം പഠിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു മാറിച്ചിന്ത, ഈ പഠനം എനിക്ക് വേണ്ട, ഞാൻ ഈ വിഷയം ഒഴിവാക്കുകയാണ്, ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ഒരവസരം ലഭിക്കും ധനുരാശിക്കാർക്ക്. അത് ഉപയോഗിക്കണം. പലരും വന്ന് ചോദിക്കാറുണ്ട്, ഇനി ഗ്രഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടിക്ക്, ഇനി എന്ത് മേഖലയിലേക്ക് ഞാൻ എൻ്റെ പഠിപ്പിനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്ന നൂറുകണക്കിന് രക്ഷിതാക്കളുണ്ട്. അവർക്ക് അസുലഭമായ സമയമാണിത്. മക്കൾ ഒരുപക്ഷെ വാശി കാരണം ഇല്ല ഞാൻ ഇത് തന്നെയാണ് പഠിക്കുക എന്ന് പറയുന്ന മക്കൾ ഒരു പക്ഷേ മാറി ചിന്തിക്കാം, എനിക്ക് പറ്റുന്നില്ല, എന്നാൽ പുതിയൊരു കോഴ്സിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഇന്ന് കുട്ടികളോട് സ്നേഹത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ധനുരാശിക്കാരോട് ഏകസാധ്യ സാമവായത്തിലൂടെ മാത്രമേ ധനുരാശിക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ബന്ധിദ്യുട്ന ബലാൽ സമയതിജവശം, അല്ലെങ്കിൽ ബന്ധുക്കളോട് ശത്രുത പുലർത്തും. ന ബലാൽ സമയതിജവശം, ബലാത്കാരേണ നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരോട് അപ്രോച്ച് ചെയ്യുവാൻ കഴിയുകയില്ല. അതിൽ സ്നേഹബുദ്ധിയ ഉപദേശിച്ചാൽ ധനുരാശിക്കാർ തങ്ങളുടെ പഠന വിഷയമായാലും അല്ലെങ്കിൽ കർമ്മവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും എന്തെങ്കിലും മാറ്റി പരീക്ഷ എഴുതാം, ശരി എനിക്കിത് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു മനസ്സ് തുറക്കുന്ന ഭാരമാകാം. വളരെയധികം റിലാക്സ് ചെയ്യാം രക്ഷിതാക്കൾക്ക്. അല്ലെങ്കിൽ വളരെയധികം മക്കളെ കൊണ്ട് വീണ്ടും വീണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വാരമായിരിക്കും. ശ്രദ്ധിക്കണം. മക്കളുടെ പേരിൽ നിർബന്ധമായും 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കർഗഹോമം ചെയ്യുക. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. പ്രായമുള്ള പിതാവിൻ്റെ പേരിലാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്ത് ഈ പിതാവിനും അല്ലെങ്കിൽ മക്കൾക്കും ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരം ശാശ്വതമായി കാണാം ഈ ഒരു വാരത്തേക്ക്. ഉദരസംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടും ധനുരാശിക്കാർ. അതിനാൽ നിർബന്ധമായും പൈൽസ് രോഗികൾക്കൊക്കെ ചോര വിസർജിക്കുന്ന അവസരമുണ്ടാകും. വലിയ ബുദ്ധിമുട്ടുകൾ ഉദരസംബന്ധമായ രോഗത്തിൽ വരും. മൃതിക്രോഡ രോഗാതിജാഭാവനീയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദര രോഗം കൊണ്ട് മരണത്തെ ചിന്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യനെ കൊണ്ട്. പക്ഷേ സൂര്യൻ ഉച്ചരാശിയിലാണ്. അപ്പോൾ ആരോഗ്യ വിഷയത്തിൽ സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ് വളരെ ശ്രദ്ധിക്കുക. പൈൽസ് വരാതെ നോക്കുക. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടേണ്ടുന്ന അവസ്ഥയും ഉണ്ടാകും. സ്വൽപാത്മജോ നിധനകേ വികലേക്ഷണ, 8ൽ പാപഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഥവാ ഇവിടെ ചൊവ്വ വരികയാണെങ്കിൽ സ്വൽപാത്മജ സന്താന വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. വികലേക്ഷണ നോട്ടത്തിന് വൈകല്യമുണ്ടാകും. ഇവിടെ 2ാം ഭാവം കണ്ണുകളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശനിക്ക് രാഹുയോഗമുണ്ട്. അതിനാൽ കണ്ണുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. ധനപരമായ വിഷയത്തിലൊക്കെ കുറച്ചുകൂടി നന്മകൾ കാണാം. പക്ഷേ കർമ്മമേഖലയിലൊക്കെ അശാന്തത ഉണ്ടാകുന്നു. ഇവിടെ കർമ്മപതിയായ ഗ്രഹം ബുധൻ നീചസ്ഥനായി നിൽക്കുകയാണ്. ആ ബുധൻ മെയ് മാസം 1-ാം തീയതി വരെ നീചത്തിലാണ്. അതോടുകൂടി ബുധന് മാറ്റം വരുമ്പോൾ കർമ്മമേഖലയിൽ സഞ്ചാരം മാറ്റങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാം. അതിനാൽ കരുതിയിരിക്കണം ധനുരാശിക്കാർ. ഇവിടെ 6ാം ഭാവത്തെയാണ് വ്യാഴം നിൽക്കുന്നത്. ധനുരാശിയുടെ അധിപനായ വ്യാഴം ശത്രുക്ഷേത്രത്തിൽ ദുർബലമായി നിൽക്കുന്നു.
പക്ഷെ അവിടെ ഒരു പരിവർത്തന യോഗമുണ്ട്. വ്യാഴക്ഷേത്രത്തിൽ ശുക്രനും ശുക്രക്ഷേത്രത്തിൽ വ്യാഴവും. ആ പരിവർത്തന യോഗം നല്ലതാണ്. ശുക്രന് 4-ാം ഭാവത്തിൽ ദിഗ്ബലമാണ്. അതിനാൽ ചില കാര്യങ്ങളിലൊക്കെ റോയലായ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ പ്രയാസങ്ങൾ തോന്നില്ല. ആ രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ 4-ാം ഭാവത്തിൽ വരുന്ന ശുക്രൻ എൻ്റെ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്ക് തരുന്നതാണ്. അതിനാൽ ഓരോ കാര്യങ്ങളും വളരെയധികം തന്ത്രപൂർവ്വം നീക്കി മുന്നോട്ട് നീങ്ങുക. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഉപജയരാശിയിൽ നിൽക്കുന്നു. അത് വർധനവിനെ സൂചിപ്പിക്കുന്നു. മെയ് 15 വ്യാഴം തൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് മിഥുനത്തിലേക്ക് പോകും. അത് ഏറ്റവും ഗുണകരമായിരിക്കും ധനുരാശിക്കാർക്ക്. അതിനാൽ വ്യാഴമാറ്റം 2025 ഏറ്റവും ഗുണം അനുഭവിക്കുന്നത് ധനുരാശിക്കാർക്കും. ഒരു മാറ്റമില്ല. വീടിൻ്റെ അനുഭവങ്ങളാകാം, വീട് ലഭിക്കുക, ഭൂമി ലഭിക്കുക, കർമ്മമേഖലയിൽ ഉയർച്ച ലഭിക്കുക. 7-ൽ വ്യാഴം വരുമ്പോൾ വളരെ നല്ലൊരു ഫലം പറഞ്ഞിരിക്കുന്നത് പിതൃതോദിക, താൻ പിതാവിനെക്കാളും പ്രശസ്തനാകുമെന്നാണ്. അതിനാൽ തൻ്റെ കർമ്മമേഖലയായാലും വ്യക്തിത്വ വികസനത്തിനായാലും എല്ലാം തന്നെ ഈ 7-ാം ഭാവത്തിലെ വ്യാഴം ഒരു വ്യക്തിയെ വളരെയധികം സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും, അവിടെ പോയാൽ ഗദ ഒപ്പിക്കലും, വിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് തുളസിമാലയും പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ്. കാരണം ധനുരാശിക്കാർക്ക് ഈ കണ്ടകശനി എന്ന ഒരു ദോഷമുണ്ട്. ആ കണ്ടകശനിയുടെ പരിഹാരത്തിന് ഏറ്റവും നല്ലതാണ് മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നത്. മറ്റെല്ലാ വിഷയത്തിലേക്കും ഈ വ്യാഴം വളരെയധികം ഗുണം ചെയ്യും. മെയ് 15 മുതൽ ഈ പറഞ്ഞ പരിഹാരങ്ങൾ മാത്രം ചെയ്യുക. അതിപ്പോൾ വ്യാഴം 7-ാം ഭാവത്തിൽ വന്നാലും മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ധനുരാശിക്കാർ വളരെയധികം ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നത് വളരെ ഗുണമാണ്. ഹനുമാൻ ചാലീസ ചെയ്യുക. 2.5 വർഷമാണ് കണ്ടകശനിയുടെ കാലം. ഹനുമാൻ ചാലീസ ഡെയിലി കേൾക്കുക. ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുക. എല്ലാ ശനിയാഴ്ചകളും നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ അയ്യപ്പന് നെയ്വിളക്ക്, ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. ഈ വാരം മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ശക്തി നമുക്ക് അനുകൂലമായി നേടിയെടുക്കാം. അത് കഴിയുമ്പോഴേക്കും 7-ൽ വ്യാഴം വരികയാണ് അതിശക്തമായിട്ട്. അതിൻ്റെ പ്രതീക്ഷയിൽ നിങ്ങൾ ജീവിക്കുക ധനുരാശിക്കാർ. സുഖം ഹി ദുഃഖാൻ അനുഭൂയ ശോഭതേ ഘന അന്ധകാര്യ ശിവ ദീപദർശനം എന്നാണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങൾ അനുഭവിച്ചാകട്ടെ അനുഭവിക്കുന്നത്. കൂരിരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് കാണുന്ന ഒരു പ്രകാശ കിരണമായി, പ്രകാശ ഗോളമായി അടുത്ത സമയം വരും. അല്ലാതെ സുഖത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഇരുട്ടിലേക്ക് പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്, പ്രത്യേകിച്ച് പ്രായമാകുന്ന സമയത്തൊക്കെ. അതിനാൽ ധനുരാശിക്കാർക്ക് ഇന്ന് ഇരുട്ടിലാണെങ്കിലും അപ്പോഴത്തെ ഒരു വലിയ പ്രകാശമുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി മുന്നോട്ടിറങ്ങുക. പക്ഷേ താൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ താൻ ചെയ്തേ മതിയാവുകയുള്ളൂ. അവിടെ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. താൻ ബാധി ദൈവം ബാധി എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് ഈ പൂർണ്ണ അർത്ഥത്തിലാണ്. ഉദ്യമേനഹി സിദ്ധന്തി കാര്യാണി ന മനോരഥൈഹി. മനസ്സിൽ ആഗ്രഹങ്ങൾ കൊണ്ടുവച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്വപ്നങ്ങൾ ചിന്തിച്ചതുകൊണ്ട് മാത്രം, സ്വപ്നങ്ങൾ നെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഉത്സാഹിക്കണം. അവിടെയാണ് ലക്ഷ്മി നിങ്ങളുടെ കൂടെ വരിക. അത് ധനുരാശിക്കാർ എപ്പോഴും ഓർമ്മിക്കുക. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.